വടകര എന്ന് പറയുന്നത് പഴയ ചേകവന്മാരുടെ നാടാണ്, കളരിപ്പയറ്റുകളുടെ നാടാണ്. ലോകനാർ കോവിൽ അവിടെയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള വടക്കൻ പാട്ടുകളുടെ നാട്. അതുപോലെ തന്നെ പകയുടെയും പോരിന്റെയും നാടുവാഴികളുടെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്ന ചേകവന്മാർ തലതല്ലി കീറുന്നതിന്റെയും തലതല്ലി മരിക്കുന്നതിന്റെയും കലിപൂണ്ട അങ്കക്കലിപൂണ്ട പോരുകോഴികളെ പോലെ പോരാടിയതിന്റെയും ഒക്കെ വീരേതിഹാസം അല്ലെങ്കിൽ ചരിത്രം, അതിന്റെ കെട്ടുകഥകളും എല്ലാം പരസ്പരം പിണഞ്ഞുകിടക്കുന്ന നാട്. അങ്ങനെയുള്ളൊരു നാട് എന്ന് പറയുന്നത് ഒരു കാലത്ത് CPM-ന്റെ ശക്തി ദുർഗമായിരുന്നു, ചുവപ്പ് കോട്ടയായിരുന്നു. മറ്റാർക്കും തകർക്കാനാവാത്ത വിധം ശക്തമായ ഒരു കോട്ട. പക്ഷേ എംജിഎം സഖാക്കളുടെ നാട്. ചന്ദ്രശേഖരൻ, TP ചന്ദ്രശേഖരന്റെ തലയിൽ വെട്ടിയ 56 വെട്ടുകളുടെ പകയുടെ 56 വെട്ടുകൾ കൊണ്ട് CPM പക്ഷേ അവിടുത്തെ അതിന്റെ സ്വീകാര്യത പാടെ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ആ ചുവന്ന മണ്ണിൽ UDF-ന്റെ തേരോട്ടമാണ്, ജൈത്രയാത്രയാണ് പിന്നെ നമ്മൾ കണ്ടത്. വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പില് വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ വേദിയായി വടകര. ഷാഫി പറമ്പിൽ എന്ന മാന്യനായ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSUവിലൂടെ വളർന്നു വന്ന വളരെ മാന്യനായിട്ടുള്ള ഒരു യുവാവും, അതുപോലെ തന്നെ ശൈലജ ടീച്ചർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള യോഗ്യതയുള്ള, കോവിഡ് കാലത്തിന്റെ ആ പ്രളയ മഴയിൽ നിന്ന് കേരളത്തെ കുടനിവർത്തി രക്ഷിച്ച ശൈലജ ടീച്ചറും തമ്മിലുള്ള പോരാട്ടമാണ്. രണ്ട് മാന്യ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം. പക്ഷേ ഈ രണ്ട് മാന്യ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങും എന്നുറപ്പായപ്പോൾ വളരെ തരംതാണ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു ചെളിക്കുണ്ടിലേക്ക് ആ മത്സരം അധപ്പതിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അതിന്റെ അനുരണനങ്ങൾ അവിടെ നമുക്ക് കേൾക്കാൻ കഴിയും. വളരെ നാണംകെട്ട കേരളം എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറഞ്ഞ് ആണയിടുന്ന പാർട്ടിയാണ് CPM, ഇടതുമുന്നണിയൊക്കെ. ലോകത്ത് മറ്റിടങ്ങും അതില്ല, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത് നമ്പർ 1. പക്ഷേ ഈ വടകരയിലെ മക്കളെ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ വർഗീയതയുടെ വിഷബീജങ്ങളില്ലായിരുന്ന രാഷ്ട്രീയമായി തന്നെ പോരാടുന്ന ആ മണ്ണിൽ ഇപ്പോൾ എന്താണ് നാം വർഗീയ വികാരത്തിന്റെ സഹോദരന്മാരെ തമ്മിൽ, രക്തബന്ധുക്കളെ തമ്മിലടിപ്പിക്കുന്നതിൻ്റെതായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ നറേറ്റീവുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, എതിരാളികളെ കൊല ചെയ്യാൻ വേണ്ടി ബോംബ് നിർമ്മാണ ശാലകളിൽ ആരാണോ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ തന്നെയാണ്. ബോംബ് കൊണ്ട് ശത്രുക്കളെ, എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തി ഏതോ ആ ശക്തി തന്നെ, മതേതരം എന്ന് പറയുന്ന ആ ശക്തി തന്നെയാണ് അവിടെ ഈ വർഗീയതയുടെ ഭൂതത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. ആ ഭൂതം അതിനെ അടച്ചു വച്ചിരുന്ന കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടിരിക്കുകയാണ്. ഭൂതത്തിനെ പോലെ, ആ അറബിക്കഥയിലെ ആ ഭൂതത്തിനെ പോലെ കെട്ടഴിച്ചുവിട്ട് അവിടെ അത് നമുക്കറിയാവുന്നതുപോലെ ഈ വർഗീയതയുടെ തീ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല, അത് കാട്ടുതീ പോലെ പടരുന്നതാണ്. മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുകയും അതിന്റെ പുക എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്നതുമാണ്. അത്തരമൊരു വർഗീയ വിഷജ്വരത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവിടെ എത്തട്ടെ. ഒരിക്കലും പാടില്ലാത്ത ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്ന് പറയുന്ന ഈ പാർട്ടി തരം പോലെ വർഗീയതയെ ഉപയോഗിക്കുന്നു എന്നിപ്പോ വളരെ വ്യക്തമായിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ CPM-ന്റെ കേഡറുകളിലധികവും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്, ഹിന്ദുക്കളാണ്. പക്ഷേ ഹിന്ദുവിനെതിരായിട്ടുള്ള ഒരു ഹിന്ദുവിരുദ്ധ വികാരത്തിന്റെ തരംഗങ്ങളാണ് ആ പാർട്ടിയിൽ അലയടിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഹിന്ദുക്കൾ അതിനെ സർവമനസ്സ മതേതരമായി തന്നെ അംഗീകരിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ മതേതരത്വം അതുപോലെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ CPM ഹിന്ദു മതത്തിനെതിരെ ചൊരിഞ്ഞിട്ടുള്ള
ആ അവമതിപ്പുകൾ മറ്റൊരു മതവും താങ്ങുകയില്ലായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം ഹിന്ദുക്കളും CPM-ൽ വിശ്വസിക്കുന്നതുകൊണ്ട് പരമ്പരാഗതമായി തന്നെ അതൊരു വലിയ വർഗീയ വിപ്ലവത്തിലേക്ക് പോകില്ല. മറ്റു പാർട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആ പാർട്ടികളെ ചൂണ്ടിക്കാട്ടുന്ന ഓരോ വാക്കുകളും വലിയ സ്ഫോടനങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാം. അത് സംഘടിത സെമിറ്റിക് മതങ്ങളുടെ പൊതു സ്വഭാവമാണ്. അപ്പൊ അവിടെയാണ് കൊണ്ടെന്ന് ഷാഫി പറമ്പലിനെ പോലെ മാന്യനും മതേതരനുമായ ഒരാളിന്റെ നേർക്ക് പോലും വിഷം ചീറ്റുന്ന പണങ്ങൾ ഉയർത്തിക്കൊണ്ട് CPM-ന്റെ കേഡറുകൾ, അതിന്റെ സ്പെസിഫിക്സിലേക്ക് നമുക്ക് ദൗർഭാഗ്യവശാൽ പോകാൻ കഴിയില്ല. അത് തന്നെ അവരുടെ നറേറ്റീവ്സ്, ആദ്യം മുതൽ തന്നെ നറേറ്റീവ്സ് ഉണ്ടായിരുന്നു. വീഡിയോ ഷാഫി പറമ്പലിനെ അവമതിപ്പിന് ഉണ്ടാക്കുന്ന തരത്തില് തനിക്കെതിരെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ശൈലജ ടീച്ചർ പറയുകയുണ്ടായി. പിന്നീട് അവർക്കത് ഫോട്ടോ എന്ന് തിരുത്തേണ്ടി വന്നു. അങ്ങനെ ഒരു പകയുടെ ഒരു രാഷ്ട്രീയം ആ തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുടിപ്പകകളുടെ ചേകവന്മാരുടെ നാട്ടിൽ, വാളുകൊണ്ട് തലകൊയ്യുന്ന ചേകവന്മാരുടെ നാട്ടിൽ ആ തരത്തിലൊരു വിദ്വേഷം ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നും അതിലില്ല എന്നുള്ളത്. CPM-ന് അതിന്റെ കാലിനടിയിൽ നിന്ന് മണ്ണ് ചോരുന്നു എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഇങ്ങനെയുള്ള ഒരു വർഗീയ വിദ്വേഷത്തിന്റെ തരംഗങ്ങളിലേക്ക് ഈ നാടിന്റെ അഭിമാനമായ വടകരെ, CPM-ന്റെ തന്നെ അഭിമാനമായ വടകരെ, ഓഞ്ചിയത്തെ ഒക്കെ കൊണ്ട് തള്ളിയിട്ടത്. തീർച്ചയായിട്ടും അത് അവിടെ കെട്ടടങ്ങുന്ന ഒന്നല്ല. വർഗീയതയുടെ വിഷയമെന്ന് പറയുന്നത് അവിടെ അപ്പോൾ കെട്ടടക്കാവുന്ന ഒന്നല്ല. മറ്റ് പ്രാദേശിക വികസന വിഷയങ്ങളെ പോലെ അല്ല. അതൊരു വലിയ മാനങ്ങളുള്ളതാണ്. അത് ബാധിക്കുന്നത് കേരളത്തിന്റെ സാഹോദര്യത്തെ തന്നെയാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്തായാലും ഇപ്പൊ കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, CPM-ന് അഭിമാനിക്കാവുന്ന ഒരു ഫലമല്ല ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് എന്ന് ഏതാണ്ട് 90% സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ തീരുമാനമാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ പരാജയ ഭീതിയും അതുണ്ടാക്കുന്ന ഒരു ജാള്യവും ഒക്കെ ഈ വർഗീയത കൊണ്ട് അതിന് പ്രതിരോധം സൃഷ്ടിക്കാനാണ് CPM ശ്രമമെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട് മരിച്ച സഖാക്കൾക്ക് വേണ്ടി സ്മൃതി കുടീരം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവന്റെ, തൊഴിലാളി വർഗത്തിന്റെ അവകാശത്തിന് വേണ്ടി മുതലാളി വർഗത്തിനോട് പടപൊരുതി മരിച്ച ധീര സഖാക്കൾ, അവരുടെ ആത്മാക്കൾ ആ നാട്ടിലെ അവരുടെ ശവകുടീരങ്ങളിൽ, അവരുടെ സ്മൃതി കുടീരങ്ങളിൽ അവരുടെ ആത്മാക്കൾ കിടന്നു നൊമ്പരം കൊള്ളും. അവർ സ്പന്ദിക്കുന്ന അവരുടെ അസ്ഥിമാടങ്ങളിൽ CPM-ന്റെ ഈ നയവ്യതിയാനത്തിന്റെ, വ്യതിചലനത്തിന്റെ പേരിൽ അവർക്ക് തീർച്ചയായിട്ടും അസ്വാസ്ഥ്യമുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർജിതമായ ആ സംസ്കാരത്തിന് തീരെ ചേരുന്നതല്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് വലിയ ഒരു വ്യതിയാനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരളീയർക്കുണ്ടാവാൻ സാധ്യതയില്ല.